കണ്ണൂർ എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യക്കെതിരായ പരാമർശത്തിൽ മലക്കം പറഞ്ഞ എം.വി. ജയരാജൻ വാക്കുകൾ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ചു. പി ദിവ്യക്കെതിരായ ആരോപണത്തെ തുടർന്ന് കേസെടുത്തിട്ടുണ്ട്. അതിനാൽ പാർട്ടി നടപടിയെടുത്തു എന്നാണ് പറഞ്ഞതെന്നും എം.വി. ജയരാജൻ പറഞ്ഞു. എ.ഡി.എം. നവീൻ ബാബുവിനെ കുറിച്ച് പൊതുവിൽ അദ്ദേഹം ഒരു കൈക്കൂലിക്കാരനാണെന്നുള്ള അഭിപ്രായമില്ല. ഇതെല്ലാം ചേർന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ട് ഒരു വാചകം അടർത്തിയെടുത്ത് അത് താന്താങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ വാർത്ത ചമച്ച് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ CPIM ജില്ലാ സമ്മേളനത്തിൽ നടന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു കണ്ണൂരിൽ നിന്ന് നിഖിലുണ്ട്. നിഖിൽ, ഒടുവിൽ അതും ഒരു മാധ്യമ സൃഷ്ടിയായി മാറിയല്ലേ? തീർച്ചയായും സേതുലക്ഷ്മി, ആ വിഷയത്തിൽ ഇന്ന് വൈകിട്ട് എം.വി. ജയരാജൻ നടത്തിയ പരാമർശം നമ്മൾ കേട്ടതാണ്. എന്നാൽ താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. താൻ ഉദ്ദേശിച്ച കാര്യത്തിന് വിപരീതമായ രീതിയിൽ മാധ്യമങ്ങൾ ചില വാക്കുകൾ അടർത്തിയെടുത്ത് അത് പ്രചരിപ്പിക്കുകയാണ്, അത് വാർത്തയാക്കുകയാണ് എന്നാണ് എം.വി. ജയരാജൻ ഈ വിഷയത്തിൽ ഇപ്പോൾ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണമായത് പി ദിവ്യയുടെ പ്രസംഗത്തിലെ പരാമർശമാണ് എന്നൊരു ആരോപണമുണ്ട്. ആ ആരോപണത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ പോലീസ് കേസെടുത്ത സാഹചര്യത്തിലാണ് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനോടും ചെയ്യുന്ന വിധത്തിൽ തങ്ങൾ നടപടിയെടുത്തത് എന്നതാണ് എം.വി. ജയരാജന്റെ വിശദീകരണം. ഓക്കെ, ശരി നിഖിൽ.